+1 ഫിസിക്സിലെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ +1ലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡും രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ എക്സാം ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ച ഓരോ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു, അതിൻ്റെ ഡെഫിനേഷൻസ് നമ്മൾ ഇതിൻ്റെ കൂടെ കാണാതെ പഠിച്ചു വെക്കുക. ദെൻ ഡെറിവേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൂടെ തന്നെ 2-3 പ്രാവശ്യം എഴുതി കൃത്യമായിട്ടത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. ഈ രീതിയിൽ നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓരോ ചാപ്റ്ററും കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് റിവിഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് നോക്കി വായിക്കുമ്പോൾ എടുക്കുന്ന ഒരുപാട് സമയം നമുക്ക് കുറച്ച് വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ഓരോ ആൻസറും പഠിച്ചു എന്നും ഡെറിവേഷൻസ് ഒക്കെ എഴുതി നോക്കി അത് നമുക്ക് എക്സാമിന് ചെയ്താൽ കിട്ടുമെന്നൊക്കെ ഉറപ്പുവരുത്താൻ സാധിക്കും. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ ഒരുപാട് ഷോർട്ട് ആൻസേഴ്സ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഇത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു പോവും. അതിൽ വരുന്ന ഡെറിവേഷൻസും ഗ്രാഫൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിന്റെ ആദ്യത്തിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ എന്തൊക്കെയായിരുന്നു? മോഷൻ ഇൻ 1, 2 and 3 ഡയമെൻഷൻ അല്ലേ. മോഷൻ എന്താണ്, റെസ്റ്റ് ആണെന്ന് എന്താണ് നമ്മൾ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഇഫ് the position of a body continuously changes with respect to its surroundings, then the body is said to be in motion. Then നമുക്ക് അതുപോലെ റെസ്റ്റിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്തായിരുന്നു? if the position of the body does not changes with respect to its surroundings, then the body is said to be at rest. ഓക്കെ, മോഷൻ എന്താണ്, റെസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. കൂടെ നമുക്ക് പഠിക്കാനുള്ളത് മോഷൻ ഇൻ 1, 2 and 3 ഡയമെൻഷൻ. അതിന്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആൻസറുകൾ മാത്രം പഠിച്ചു വെക്കാം. ഇപ്പം എന്തായിരുന്നു? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് 1 dimensional motion. Motion in a plane is called 2 dimensional motion, and motion in space is called 3 dimensional motion. അപ്പോൾ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഇതിൽ 3 തരത്തിലുള്ള മോഷൻ എഴുതാൻ അതിൻ്റെ എക്സാമ്പിളുകൾ എഴുതാൻ വരാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഈ പറഞ്ഞ 1 ആണോ 2 ആണോ 3 ഡയമെൻഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ 1 dimensional മോഷൻ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മോഷൻ ഓഫ് എ ട്രെയിൻ അലോങ് എ സ്ട്രെയിറ്റ് റെയിൽവേ ട്രാക്ക് എന്ന് പഠിച്ചിട്ടുണ്ട്. 2 dimension നമ്മൾ മോഷൻ ഓഫ് എ കാരം കോയിൻ പഠിച്ചിട്ടുണ്ട്. ദെൻ 3 dimension നമ്മൾ ഫ്ലൈയിങ് ബേർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഷനും എക്സാമ്പിളും ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് മോഷനാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ദെൻ അതുപോലെ ഇതിൽ നിന്ന് വരാവുന്ന 2 ക്വസ്റ്റ്യൻ ആണെന്ത്? വാട്ട് ഈസ് മീൻ ബൈ സ്കാലാർ ക്വാണ്ടിറ്റി ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ വെക്റ്റർ ക്വാണ്ടിറ്റി. അത് നമുക്ക് അറിയുന്നതാണ്. ഞാൻ ആൻസർ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്? ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലേ. നമുക്ക് അളവും ദിശയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് വിളിച്ചത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിച്ചത്. എക്സാമ്പിൾ നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ അല്ലേ. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സ്കാലാർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ നമുക്കറിയാം. നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, സ്പീഡ്, മാസ്, പ്രഷർ, ഇത്തരം ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ് നമുക്കറിയാം? സ്കാലാർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡിഫിനിഷൻ ചോദിക്കാം, എക്സാമ്പിൾ ചോദിക്കാം. ദെൻ നമുക്കറിയുന്ന 3 ടേം ആണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് പോയിന്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ആൻസർ ആയിട്ട് വരാം, അതുകൊണ്ട് ആൻസറുകൾ പഠിച്ചു വെക്കുക. ദെൻ ഡിസ്റ്റൻസ് നമുക്കറിയാം. സിംപ്ലി പാത്ത് ലെങ്ത് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ദ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി വിതൗട്ട് കൺസിഡറിങ് ദ ഡയറക്ഷൻ ഈസ് നോൺ ആസ് ഡിസ്റ്റൻസ്. What is mean by displacement? The shortest distance between 2 points is called displacement. Distance സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്നാൽ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ എന്ത് എഴുതണം? ആ ഡെഫിനേഷൻ എഴുതണം. കൂടെ അത് വെക്റ്റർ ആണോ സ്കാലാർ ആണോ എന്ന് എഴുതിയാൽ 2 പോയിന്റ് ആയി അല്ലേ. ഓക്കെ, അതുപോലെ വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണെന്ത്? പോയിന്റ് ഒബ്ജക്റ്റ്. ഒരു വസ്തുവിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബസ്സായാലും ട്രെയിൻ ആയാലും ഒക്കെ അതിനൊക്കെ ലെങ്ത് ഉണ്ട്.
ഉണ്ട് അല്ലേ. പക്ഷെ അതിനൊക്കെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം അത് സഞ്ചരിക്കുന്ന ദൂരം അതിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാറില്ല? ആ വസ്തുവിന്റെ നീളമോ വീതിയോ ഒന്നും കൺസിഡർ ചെയ്യാറില്ല. ആ കൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് അതിന് ആൻസർ കൊടുക്കാം. ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ സൈസ് ഓഫ് ദ ബോഡി ദെൻ ദ ബോഡി ഈസ് കൺസിഡേർഡ് ആസ് എ പോയിന്റ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഉണ്ടാവണം. ദെൻ അതുപോലെ നമുക്ക് അറിയുന്ന രണ്ട് കൺസെപ്റ്റ് ആണ് എന്ത്? സ്പീഡ് ആൻഡ് വെലോസിറ്റി. അതെന്താണെന്ന് ചോദിക്കാറുണ്ട്, അത് കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നമ്മൾ ഒരുപാട് കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്, ഇക്വേഷൻ എഴുതിയാലും മതി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, നമുക്ക് ഇക്വേഷൻ എഴുതിയാലും ഡെഫിനേഷൻ പകരമാവും. ദെൻ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടിന്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റി ആയാലും സ്പീഡ് ആയാലും ഡയമെൻഷൻ എന്ത് തന്നെയാണ്? L(t⁻⁻1). ദെൻ ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? സ്പീഡ് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് പോലെ വെലോസിറ്റി എന്ത് തന്നെയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദെൻ മറ്റൊരു കമ്പാരിസൺ നോക്കൂ, ഒരു പെർട്ടിക്കുലർ മോഷനിലെ സ്പീഡും വെലോസിറ്റിയും നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആവാം, അല്ലെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പം ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയതെങ്കിൽ എന്തായിരിക്കും? സ്പീഡ് ഈക്വൽ ടു വെലോസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് സ്പീഡും വെലോസിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, നോക്കൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, എന്നിട്ട് ഈ ആൻസറുകൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ഡെറിവേഷൻസ് ഉണ്ടെങ്കിൽ ഡെറിവേഷൻസ് കണ്ട ശേഷം അപ്പം തന്നെ എഴുതി നോക്കിയിട്ട് അത് നമുക്ക് എക്സാമിന് എഴുതാൻ കിട്ടുന്നു ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലേ നമുക്ക് അത് ക്ലിയർ ആയി കിട്ടുള്ളൂ. എന്തായാലും അത് 2-3 തവണ എഴുതി ക്ലിയർ ആക്കുക. ദെൻ ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റു ചില ടേംസ് ആയിരുന്നു ഏതൊക്കെയാണ്? യൂണിഫോം സ്പീഡ്, അതുപോലെ എന്താണ്? യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നത് യൂണിഫോം സ്പീഡിലാണ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിക്കാം. ഇങ്ങനെയാണ്: if the body covers equal distances in equal intervals of time, then it is said to be in യൂണിഫോം സ്പീഡ്. അല്ലെ, ഒരേ സ്പീഡാണ് ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂണിഫോം സ്പീഡ്. എന്നാൽ ഓരോ സെക്കൻഡിലും ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. അല്ലെ, ഇഫ് ബോഡി ട്രാവൽസ് വിത്ത് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, ദെൻ ദ മോഷൻ ഈസ് കോൾഡ് യൂണിഫോം വെലോസിറ്റി. ദ മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. ദെൻ മറ്റൊരു കൺസെപ്റ്റ് ആയിരുന്നു ആവറേജ് സ്പീഡ്, അതുപോലെ ആവറേജ് വെലോസിറ്റി. അല്ലേ, നമ്മൾ ഒരു ബസ്സിൽ പോകുന്ന കേസൊക്കെ എടുക്കുകയാണെങ്കിൽ പല സ്പീഡിലും അല്ലെങ്കിൽ പല വെലോസിറ്റിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയാൽ അതിനിടയിൽ സംഭവിച്ച സ്പീഡുകളുടെ ആവറേജോ അല്ലെങ്കിൽ നമുക്ക് സ്പീഡിന്റെയോ വെലോസിറ്റിയുടെയോ ആവറേജ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ഡെഫിനേഷൻ വേണം നിർബന്ധമില്ല. ദെൻ അതിന് പകരം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസുമായി റിലേറ്റ് ചെയ്യുന്നതാണ്, അതുപോലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ് നമുക്കറിയാം. ദെൻ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് സ്പീഡ് അതുപോലെ ആവറേജ് വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ മറ്റൊരു കൺസെപ്റ്റ് ആണത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അങ്ങനെ വ്യത്യസ്ത വെലോസിറ്റിയിൽ പോകുന്ന ഒരു ബോഡിയുടെ ഒരു പെർട്ടിക്കുലർ സമയത്തെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലെ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ആൻസർ സിമ്പിൾ ആണ്. വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ദെൻ നമുക്ക് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? നമ്മളെ വാഹനങ്ങളുടെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം സ്പീഡോമീറ്ററിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഓരോ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 ടേം ആയിരുന്നു ഏതൊക്കെയാ? യൂണിഫോം മോഷൻ, അതുപോലെ എന്താണ്? നോൺ യൂണിഫോം മോഷൻ. അത് നമുക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അത്തരം മോഷനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിഫോം മോഷൻ. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റന്റ് ആവണം. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ സ്ട്രെയിറ്റ് ലൈനിലായിട്ട് ഒരേ വെലോസിറ്റിയിൽ പോകുമ്പോഴാണ് നമ്മൾ ആ മോഷൻ എന്ത് വിളിക്കുക? യൂണിഫോം മോഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കേണ്ടി വരും? നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ അത് രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇഫ് ദ വെലോസിറ്റി of a body remains constant, then such a motion is known as uniform motion, otherwise is called non-uniform motion. That means if the velocity is not a constant, such a motion is known as
നോൺ യൂണിഫോം മോഷൻ. അതുപോലെ വരുന്ന മറ്റൊരു ടേം ആണെന്ത് ആക്സിലറേഷൻ എന്നുള്ളത് അല്ലേ, നമുക്കറിയാവുന്ന ടേം ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. നമുക്കറിയാം ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച് ആണ്. അപ്പൊ ആക്സിലറേഷൻ ഡെഫിനേഷന് പകരം നമുക്ക് ഇക്വേഷൻ എഴുതിയാലും മതി. എന്താണ്? A = dv/dt. ദെൻ അതിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതുപോലെ ഡയമെൻഷൻ എന്താണ്? Lt⁻². മാത്രമല്ല നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഓരോ പോയിന്റും പഠിച്ചു വെക്കണം. ചിലപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ഒരു ഭാഗത്ത് ക്വാണ്ടിറ്റീസും ഒരു ഭാഗത്ത് ഡയമെൻഷൻ വരാം. ചിലപ്പം ക്വാണ്ടിറ്റീസ് യൂണിറ്റ് ഡയമെൻഷൻ അങ്ങനെ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരാറുണ്ട്. അപ്പോൾ എത്രയും മൈന്യൂട്ടായ കാര്യങ്ങളാണെങ്കിലും നമുക്ക് പഠിച്ചു വെച്ചേ പറ്റൂ. അപ്പോൾ എക്സാമിനോട് അനുബന്ധിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഓർത്ത് വെച്ചാൽ എക്സാമിന് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നുകൂടി ഓർത്ത് നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. നോക്കൂ, അതുപോലെ വരുന്ന ചില ടേംസ് ആണ്. ഒന്ന് റിട്ടാർഡേഷൻ അല്ലേ. നമ്മൾ ആക്സലറേഷൻ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സലറേഷൻ. എന്നാൽ അതിന് സമാനമായി വരുന്ന ഒരു ആൻസർ ആയിരുന്നു എന്ത്? റിട്ടാർഡേഷൻ. എന്താ റിട്ടാർഡേഷൻ? നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന വെലോസിറ്റിയുടെ ഡിക്രീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്ടാർഡേഷൻ. അപ്പോൾ ആൻസർ പഠിച്ചു വെക്കുക. സിംപ്ലി ഇറ്റ്സ് നെഗറ്റീവ് ആക്സലറേഷൻ. ദെൻ ബാക്കിയുള്ള കൺസെപ്റ്റുകളൊക്കെ സെയിം ആണ്. ആക്സലറേഷൻ്റെ അതേ യൂണിറ്റ്, ഡയമെൻഷൻ, അതുപോലെ വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. ദെൻ അതുപോലെ എന്താണത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം ഒരു ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ആക്സിലറേഷൻ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ ഒക്കെ നമ്മൾ എന്താ പറയുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ അവസാനം വരുന്ന ഒരു ടേം ആണെന്ത്? റിലേറ്റീവ് വെലോസിറ്റി. എന്തായിരുന്നു റിലേറ്റീവ് വെലോസിറ്റി? അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിച്ചൊരു സംഭവമായിരുന്നു. എന്താണ്? ആ രണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരാളുടെ വെലോസിറ്റി മറ്റേ ആളെ അപേക്ഷിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതാണെന്ത്? റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ആരുടെ വെലോസിറ്റി ആണോ നമ്മൾ പറയുന്നത്, എ എന്ന് പറയുന്ന ബോഡിയുടെ വെലോസിറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിൽ നിന്ന് എന്തിനെ അപേക്ഷിച്ചാണ് നമ്മൾ പറയുന്നു? അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യണം? കുറക്കണം. അപ്പം എ എന്ന് പറയുന്ന ഒരു കാർ മൂവ് ചെയ്യുന്നു, പുറകിൽ ബി എന്ന് പറയുന്ന ഒരു കാർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിയെ അപേക്ഷിച്ച് എയുടെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ? VAB = എത്രയാണ്? VA - VB. നമ്മൾക്ക് കാണേണ്ട ബോഡിയുടെ വെലോസിറ്റിയിൽ നിന്നും നമ്മൾ എവിടെ നിന്നാണോ കാണുന്നത് ആ വെലോസിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ജനറൽ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഇതിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അഡീഷണൽ മൈനസ് കൊടുത്താൽ മതി അല്ലേ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നു, മറ്റു ബോഡി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ വരുന്ന ബോഡിയുടെ വെലോസിറ്റി എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് കൊടുക്കാം? മൈനസ് എന്ന് കൊടുക്കാം. അപ്പോൾ മൈനസ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ എന്താവും? -A മൈനസ് അല്ലേ, -VA -VB ആവും. അപ്പോൾ റിസൾട്ടന്റ് എന്താ ഉണ്ടാവുക? ആഡ് ചെയ്യപ്പെടുക ചെയ്യുക, പക്ഷെ നമുക്ക് മൈനസ് ആൻസർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് അത്രയും ഹൈ വെലോസിറ്റിയിൽ വരുന്നതായിട്ട് നമുക്ക് തോന്നുമെന്നർത്ഥം. എന്തായാലും ജനറൽ ആയിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്നിട്ട് ആരുടെ ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ആവുന്നത് അതിന്റെ കൂടെ എന്ത് കൊടുക്കുക? മൈനസ്. VB ആണ് മൈനസ് എങ്കിൽ VBക്ക് മൈനസ് കൊടുത്താൽ VA -VB വരുമ്പോൾ എന്താവും? VA + VB ആയിരിക്കും. അല്ലെങ്കിൽ ജനറലി നമ്മൾ പറയാറുണ്ട് ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ രണ്ട് വെലോസിറ്റികളുടെ ഡിഫറൻസ് കാണാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ആ രണ്ട് വെലോസിറ്റികളുടെ എന്ത് കാണാം? സമ്മ് കാണാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും ടേംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ ആ ടേംസ് ഒക്കെ ഷോർട്ട് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേഷൻ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമുക്ക് ഈ മോഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്രാഫുകൾ എങ്ങനെയൊക്കെ വരക്കാം, അതിൽ നിന്ന് ഏതൊക്കെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ഡെറിവേഷനിലേക്ക് പോകാം. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്കറിയാം.
ഒന്ന് വെലോസിറ്റി ടൈം റിലേഷൻസ് ഒക്കെ നമുക്കറിയാം എന്താണ് v equal to u plus at. ദെൻ അതുപോലെ നമുക്ക് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്തായിരുന്നു v square equal to u square plus 2as. ആൻഡ് അതുപോലെ പൊസിഷൻ ടൈം റിലേഷൻ ഏതായിരുന്നു s is equal to ut plus half at square. 3 ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് നമ്മൾ പറഞ്ഞു പിന്നെ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ഉള്ള പ്രോബ്ലംസ് വരാം. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ധാരാളം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, ഈ 3 ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷനോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു ബോഡി ടി ടൈം കഴിയുമ്പോൾ എത്രയായിരിക്കും വെലോസിറ്റി എന്ന് കാണാനാണ്. അതുകൊണ്ട് ആക്സലറേഷൻ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുക. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. v മൈനസ് യു ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 80. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് v equal to u plus 80. ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ദെൻ അതാണ് v equal to u plus 80യുടെ ഡെറിവേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ദെൻ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ, ഇതുപോലെ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ഒരു പെർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് കഴിയുമ്പോൾ എത്രയായിരിക്കും വെലോസിറ്റി എന്ന് കാണാനുള്ള ഇക്വേഷൻ ആണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ആക്സലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണെന്ന്. എന്നാൽ ആക്സലറേറ്റഡ് മോഷൻ ആകുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട് എന്തെടുക്കണം ആവറേജ് വെലോസിറ്റി എടുക്കണം. നോക്കൂ, അടുത്ത 2 ഡെറിവേഷനിലും സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ എന്ത് തന്നെയാണ്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ പലപ്പോഴും നമുക്ക് ഡെറിവേഷന്റെ സ്റ്റാർട്ടിംഗ് ആണ് കിട്ടാൻ ബുദ്ധിമുട്ട് ആവാറ്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് കാണാൻ ആക്സലറേഷൻ ഇക്വേഷൻ നേരിട്ട് യൂസ് ചെയ്യാം. ദെൻ ബാക്കി രണ്ടിനും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ദെൻ ഒന്നാമത്തേത് നമ്മൾ ചെയ്യുന്നത് ആവറേജ് വെലോസിറ്റി നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 ചെയ്താൽ നമുക്ക് ഒരു യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ടൈമിന് നമ്മളൊന്ന് മാറ്റണം, കാരണം ഈ ഇക്വേഷനിൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും മാത്രമേ ഉള്ളൂ, ടൈമില്ല. അതുകൊണ്ട് നമുക്ക് ടൈമിനെ റീപ്ലേസ് ചെയ്യണം. ടൈമിനെ റീപ്ലേസ് ചെയ്യാൻ ഇക്വേഷൻ നോക്കൂ, ഇവിടെ ഉണ്ട് അല്ലേ, ടൈം ഈസ് ഈക്വൽ ടു ടൈമിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ എ എന്നുള്ള ഇക്വേഷൻ ആവും. കാരണം വെലോസിറ്റിയും ആക്സലറേഷനും മാത്രമാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ടൈമിന് പകരം കൊടുത്തു v മൈനസ് യു ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നോക്കൂ, താഴെ എന്തുണ്ട് 2a ഉണ്ട്. 2a എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും 2a ഇൻറ്റു എസ് ആവും. റൈറ്റ് സൈഡിൽ നോക്കൂ, u പ്ലസ് വി ഇൻറ്റു വി മൈനസ് യു എന്നാണ്. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ആൻസർ നമുക്കറിയാം എന്താണ്, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെന്ത് എഴുതാം, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. ഇതിലെ യു സ്ക്വയറിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഫൈനൽ ആൻസറായി എന്തായി, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ആ സ്റ്റെപ്സ് കൃത്യമായിട്ട് എഴുതുക. ദെൻ നിങ്ങൾ ഇത് കണ്ട ശേഷം പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത് എന്ത് ചെയ്യുക, ഇത് എഴുതി നോക്കുക. ഈ 3 ഡെറിവേഷൻ എഴുതി നോക്കുക. എന്നിട്ട് അത് പഠിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. നമുക്ക് പറഞ്ഞു എക്സാം ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് പഠിക്കുക എന്നുള്ളതൊരു കൺസെപ്റ്റ് ഇനിയില്ല. ക്ലാസ് കാണുക, കൂടെ ഡെഫിനേഷൻസ് ഒക്കെ പറഞ്ഞു നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ക്ലാസ് പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അത് ഒരു പേപ്പർ എടുത്ത് 3 ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് 1-2 പ്രാവശ്യം എഴുതി നോക്കുക. അത്തരത്തിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ക്ലാസ് വീണ്ടും കണ്ട് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് സുഖമായിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ ഓർത്ത് എഴുതാൻ സാധിക്കും. ദെൻ അടുത്ത് നോക്കൂ, പൊസിഷൻ ടൈം റിലേഷൻ ആണ് അല്ലേ നമ്മൾ പറഞ്ഞത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ദെൻ ഇവിടെ നമുക്ക് ടൈമിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് ടൈമിന് എന്ത് ചെയ്യേണ്ട, റീപ്ലേസ് ചെയ്യേണ്ട. അത് മാത്രം ഓർത്ത് വെച്ചാൽ നേരത്തെ ടൈം ആവശ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനെന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഇവിടെ ടൈമിനെ റീപ്ലേസ് ചെയ്യേണ്ട. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവാതെ എഴുതാൻ സാധിക്കും. ദെൻ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റും ടൈമുമാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ നേരത്തെ പഠിച്ച v ഈക്വൽ ടു യു പ്ലസ് എ ടി വെച്ച് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ദെൻ അങ്ങനെയാണെങ്കിൽ യു പ്ലസ് എ ടി വരും. അപ്പോൾ യു പ്ലസ് യു 2u ബൈ 2 എന്തായി മാറും, u ആയി മാറും. അപ്പം u ഇൻറ്റു ടി വരും, u ഇൻറ്റു ടി. ബാക്കി എന്താ വരും നോക്കൂ, ഹാഫ് എ ടി, പുറത്തൊരു ടി ഉണ്ട്, ഹാഫ് എ ടി സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ 3 ഡെറിവേഷനോ നമുക്ക് 2-3 സ്റ്റെപ്പിൽ വെച്ച് ഇതുപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇത് കണ്ട ശേഷം നിങ്ങൾ പോസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് 3 ഡെറിവേഷൻ എഴുതണം. v ഈക്വൽ ടു യു പ്ലസ് എ ടി ഓർക്കേണ്ടത് ആക്സലറേഷൻ്റെ ഇക്വേഷൻ ആണ്, v മൈനസ് യു ബൈ ടി. ദെൻ ബാക്കി രണ്ടിലും എന്താണ് ഓർക്കേണ്ടത്, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. അവിടെ നമ്മൾ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എടുക്കുമ്പോൾ ആവറേജ് വെലോസിറ്റിക്ക് രണ്ട് ഭാഗത്തും എന്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, യു പ്ലസ് വി ബൈ
by 2 ആണ്. Then position velocity നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ അവിടെ t റീപ്ലേസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ട് v minus u by a വെച്ചിട്ട്. Then രണ്ടാമത്തേലാവും നമ്മൾ എന്താണ് പൊസിഷൻ ടൈം റിലേഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടൈം അവിടെ നിർത്തി നമുക്ക് അവിടെയുള്ള വെലോസിറ്റിയാണ് റീപ്ലേസ് ചെയ്യേണ്ടത് ഓർക്കുക, v equal to u plus at. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ 2-3 തവണ നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ ഈ 3 ഡെറിവേഷൻ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതുപോലെ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ഡെറിവേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് അല്ലേ. നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ പഠിച്ചു, s is equal to ut plus half at square. അത് എന്തിനുള്ള ഇക്വേഷൻ ആണ്? നമുക്ക് u വെലോസിറ്റിയിൽ തുടങ്ങിയ ഒരു മോഷൻ 1 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ദൂരത്തി, അല്ലെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരത്തെത്തി, 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരത്തെത്തി, ഇത് കാണാനാണ് s equal to ut plus half at square നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു പെർട്ടിക്കുലർ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. നമുക്ക് 4ാമത്തെ സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്ന് കാണണം. എന്ത് ചെയ്യണം? 4ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഇതാണല്ലേ, 3 സെക്കൻഡ് കൊണ്ട് ബോഡി ഇവിടെ എത്തിയിട്ടുണ്ട്, 4 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ സെക്കൻഡിൽ പോയിട്ടുള്ള ദൂരം എവിടെയാണ്? ഇത്രയേ ഉള്ളൂ അല്ലേ. ദെൻ ഇതിൽ 3ാമത്തെ സെക്കൻഡിൽ പോയ ദൂരം എത്രയാണ്? ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ടുണ്ടായ ആകെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ അറിയാം, s is equal to ut plus half at square. അപ്പം 4th സെക്കൻഡിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? 4 സെക്കൻഡ് കൊണ്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് 4 സെക്കൻഡ് കൊണ്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? 3 സെക്കൻഡ് കൊണ്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കുറച്ചാൽ അതിൻ്റെ ഇടയിലുള്ള ആ ഡിസ്പ്ലേസ്മെന്റ് ആയ 4th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് കൺസെപ്റ്റ്, നമുക്കറിയാം. നോക്കൂ, nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? n സെക്കൻഡ്സ് കൊണ്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റിൽ നിന്നും n-1 തൊട്ട് മുമ്പുള്ള സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് ടൈമിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും n സമയം കൊണ്ട് ടോട്ടൽ പോയ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ut plus half at square. നമ്മൾ ടിക്ക് പകരം n കൊടുത്തു. ദെൻ അതുപോലെ രണ്ടാമത് നമ്മൾ n-1ലും ടിക്ക് പകരം കൊടുത്തു, n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് സിംപ്ലി ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നോക്കൂ, ഫസ്റ്റ് എന്ത് കിട്ടി? un plus half an square. ഇവിടെ un അല്ലേ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, u ഉള്ളിലേക്ക് കൊടുത്തപ്പോൾ un minus u കിട്ടി. ഇവിടെ നോക്കൂ, ഹാഫ് a ഉണ്ട് ഇവിടെ, ഇത് a minus b ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു, a square minus 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ടേമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ദെൻ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് un മൈനസ് un ക്യാൻസൽ ചെയ്ത് പോയി, ഹാഫ് എ എൻ സ്ക്വയർ ഇവിടെ ഉണ്ട്. നോക്കൂ, ഹാഫ് എ എൻ സ്ക്വയർ വഴിയും വരുന്നുണ്ട് അല്ലേ. ഹാഫ് എ എൻ സ്ക്വയർ ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഹാഫ് എ എൻ സ്ക്വയറും ഹാഫ് എ എൻ സ്ക്വയർ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ ബാക്കി വരുന്ന ടേംസ് ഏതൊക്കെ നോക്കൂ, മൈനസ് യു പ്ലസ് യു ആണ് അല്ലേ, അതാണ് യു എന്ന് പറയുന്ന ടേം. പിന്നെന്താണ് നോക്കൂ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം ക്യാൻസൽ ആയിപ്പോയി, ബാക്കിയുള്ളത് ഹാഫ് എ, അതുപോലെ ഉള്ളിൽ എന്താ ഉള്ളത്? 2n. ഹാഫും 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? a ഇൻറ്റു n ആണ് അല്ലേ. a ഇൻറ്റു n മൈനസ് ഇവിടെ ഉണ്ട്, ഒരു മൈനസ് ഇവിടെ ഉണ്ട്, അപ്പോൾ മൈനസ് എന്തായി? പ്ലസ്. അപ്പോൾ പ്ലസ് a n ആയി. ദെൻ ലാസ്റ്റ് ടേം അവിടെ ബാക്കി ഉണ്ടാവും, ഹാഫ് a ഇൻറ്റു 1, അതാണ് a/2 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന് ഇവിടെ പ്ലസ് ആണെങ്കിലും ബ്രാക്കറ്റിന്റെ പുറത്ത് ഒരു മൈനസ് ഉണ്ട് അല്ലേ, അപ്പോൾ അത് വഴി മൈനസ് a/2. അങ്ങനെ ഇക്വേഷൻ ഈ രൂപത്തിലായി. വേണമെങ്കിൽ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? Sn is equal to u plus a ഇൻറ്റു രണ്ടും a പുറത്തെടുത്ത് കഴിഞ്ഞാൽ n-12. ക്ലിയർ ആണല്ലോ. പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടോ അല്ലെങ്കിൽ ഒരു കല്ല് താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് 6th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഡ്രോപ്പ് ചെയ്യുമ്പോൾ u 0 ആയിരിക്കും, അല്ലെങ്കിൽ u തരും. ഓക്കെ, ഇങ്ങനെ ആയാലും നമുക്ക് ഒരു പർട്ടിക്കുലർ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. Sn is equal to u plus a ഇൻറ്റു n-12. അപ്പോൾ ഇത് നമ്മൾ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ പ്രോബ്ലം തരാറുണ്ട്, അല്ലെങ്കിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന. അപ്പം രണ്ടിനും നമുക്ക് ഇക്വേഷൻ ആവശ്യമുണ്ട്, ഡെറിവേഷൻ ആവശ്യമുണ്ട്. ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഗ്രാഫുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ് അല്ലേ. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മറ്റൊരു ക്വാണ്ടിറ്റി എങ്ങനെ വാരി ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ് ഗ്രാഫ്. അപ്പോൾ അതവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എക്സ് ആക്സിലും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി വൈ ആക്സിലുമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടൈമിനനുസരിച്ച് പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ ക്ലിയർ ആണ്. ടൈം എക്സ് ആക്സിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന പൊസിഷൻ നമുക്ക് വൈ ആക്സിൽ എടുക്കാൻ പറ്റും. എല്ലാ ഗ്രാഫുകളും ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ ചോദിക്കാറുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് ഈസിയായി മനസ്സിലാവുന്ന ചില ഗ്രാഫുകളാണ് നമുക്ക് ഈ ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. മറ്റു ചിലത് നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് വരച്ചു നോക്കാം.
ദെൻ ഫസ്റ്റ് നമ്മൾ റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? എക്സ് ആക്സിന് പാരലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഒരു ഒറിജിനലിൽ നിന്ന് ഒരു 10 മീറ്റർ അകലെയാണ് ബോഡി ഇരിക്കുന്നതെങ്കിൽ എപ്പോഴും 10 മീറ്റർ അകലെ തന്നെ ആയിരിക്കും. എത്ര സമയം കഴിഞ്ഞാലും അതേ പൊസിഷൻ അത് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് സ്ലോപ്പ് ഉണ്ടായിരിക്കില്ല, പാരലൽ ടു എക്സ് ആക്സ് ആയിരിക്കും. ദെൻ യൂണിഫോം മോഷൻ ആണെങ്കിൽ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്രാഫ് വരാം. പോസിറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലും, ദെൻ നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഒറിജിനിലേക്ക് അടുത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് പോസിറ്റീവ് വെലോസിറ്റി ആയിട്ട് എടുക്കാം. അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് പൊസിഷൻ ആദ്യം അകലത്തെയാണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒറിജിനിലേക്ക് അടുത്തടുത്തേക്ക് വരികയാണ്. അപ്പോൾ ടൈം കൂടുന്നതോറും അടുത്തേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. അപ്പം പോസിറ്റീവ് വെലോസിറ്റിയുടെ കേസിലും നെഗറ്റീവ് വെലോസിറ്റിയുടെ കേസിലും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കണം. ദെൻ മറ്റൊന്നാണ് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ നമ്മൾ പറഞ്ഞു വെലോസിറ്റി എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് ഏത് ഷേപ്പിലാവാം, നമ്മളൊരു കൃത്യത ഇല്ലാത്തൊരു ഷേപ്പ് കൂടെ വരച്ചെന്നുള്ളൂ. അങ്ങനെ ഏത് ഷേപ്പിലും ആവാം ഗ്രാഫിന്റെ ഷേപ്പ്. ദെൻ ആക്സിലറേഷൻ, അതുപോലെ റിട്ടാർഡേഷൻ. എന്താ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ആണ് എന്ത്? ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് ഇങ്ങനെ കൂടി പോരും. ദെൻ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. ആദ്യം നല്ല വെലോസിറ്റി ആയിരിക്കും, പിന്നെ കുറഞ്ഞു വരും. ഇത് ഓർക്കാൻ ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് പഠിച്ചു വെക്കുകയാണ്, വെലോസിറ്റി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അങ്ങനെയൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ദാറ്റ് ബോഡി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കൂ, ഈ സ്ലോപ്പുമായി റിലേറ്റ് ചെയ്ത് നമ്മളിത് പഠിക്കുകയാണെങ്കിൽ നോക്കൂ, റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോഡിയുടെ ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കൂ. സ്ലോപ്പ് 0 ആണ് അല്ലേ? സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി 0 ആണ്. ആ ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഈ രണ്ട് ഗ്രാഫിനും സ്ലോപ്പ് വരുന്നുണ്ട് അല്ലേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? y/x ആണ് അല്ലേ? y/x അല്ലെങ്കിൽ tan θ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ y ആക്സിലെ ഈ ഡിസ്റ്റൻസും x ആക്സിലെ ഡിസ്റ്റൻസും തമ്മിൽ റേഷ്യോ കണ്ടാൽ നമുക്ക് എന്ത് കാണാം? സ്ലോപ്പ് കാണാം. അപ്പോൾ ഇതിനൊരു സ്ലോപ്പ് ഉണ്ട്. മാത്രമല്ല ത്രൂ ഔട്ട് ദ സ്ലോപ്പ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആണ്. ഇവിടെ നോക്കൂ, സ്ലോപ്പ് ഉണ്ട്, പക്ഷെ ആ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പ് ആണ് അല്ലെ? തിരിച്ചാണ്. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിലും അതിന്റെ ആ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇത് രണ്ടും എന്തിന്റെ ഗ്രാഫാണ് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും? യൂണിഫോം മോഷന്റെ ഗ്രാഫാണ്. കാരണം വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. ദെൻ ഇവിടെ നോക്കൂ, ചില സമയത്ത് പോസിറ്റീവ് സ്ലോപ്പാണ്, ചില സമയത്ത് നെഗറ്റീവ് സ്ലോപ്പാണ്. മാത്രമല്ല സ്ലോപ്പിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ചെറിയ സ്ലോപ്പാണ്, ഇവിടെ നോക്കൂ, ഇവിടെ സ്ലോപ്പിന്റെ വാല്യൂ വ്യത്യാസമുണ്ട്. ദെൻ ഇവിടെ എടുക്കുമ്പോൾ നോക്കൂ, അതിനേക്കാൾ വലിയ സ്ലോപ്പാണ്. അപ്പം ഓരോ പോയിന്റിലെയും സ്ലോപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ അർത്ഥം ഓരോ ടൈമിലെയും വെലോസിറ്റി വ്യത്യാസമുണ്ട്. അത് തന്നെ ഈ പോസിറ്റീവിലായാലും വ്യത്യാസപ്പെട്ടാലും ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയാലും എന്തായാലും അവിടെ വെലോസിറ്റി എന്തല്ല? കോൺസ്റ്റന്റ് അല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണെങ്കിൽ ആ ഗ്രാഫ് എന്തിന്റെ ഗ്രാഫാണ്? നോൺ യൂണിഫോം മോഷന്റെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫായിട്ട് നമുക്ക് അതിന് തിരിച്ചറിയാൻ സാധിക്കും. നോക്കൂ, ഇനി ആക്സിലറേഷന്റെ കേസിൽ വരുമ്പോൾ, ആക്സിലറേഷന്റെ കേസിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു സ്ലോപ്പ് എടുത്ത് നോക്കൂ, ചെറിയ സ്ലോപ്പാണ് അല്ലേ? ദെൻ അവസാനത്തേക്ക് പോകുമ്പോൾ അതേ എക്സിൽ കിട്ടുന്ന വൈയുടെ വാല്യൂ കൂടി അല്ലേ? സെയിം എക്സിൽ നോക്കൂ, ഒരു ഭാഗത്ത് വൈ കുറവാണ്, ഇവിടെ വൈ കൂടുതലാണ്. അപ്പം y/x ആണല്ലോ സ്ലോപ്പ്. അപ്പോൾ y കൂടുന്തോറും, ഒരു ഗിവൺ എക്സ് എടുത്താൽ y കൂടുന്തോറും അതിനർത്ഥം എന്താ? സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെയുള്ള വെലോസിറ്റിയേക്കാൾ കൂടുതലാണ് ഇവിടെ സ്ലോപ്പ് കൂടുതലെന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുകയാണ്. അപ്പോൾ നമുക്ക് ഓർത്ത് വെച്ച് വരയ്ക്കാൻ സാധിക്കും. കാരണം ഈ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവാറുണ്ട്, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വെലോസിറ്റി കുറഞ്ഞ് പിന്നെ കൂടി പോവുകയാണ്. അതിനർത്ഥം ആദ്യം സ്ലോപ്പ് കുറവായിരിക്കണം, പിന്നെ എന്ത് ചെയ്യണം? സ്ലോപ്പ് കൂടി വരണം. അങ്ങനെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇത് വരച്ചെടുക്കാൻ സാധിക്കും. ദെൻ റിട്ടാർഡേഷൻ ആവുമ്പോൾ വെലോസിറ്റി കുറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റിട്ടാർഡേഷൻ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് വെലോസിറ്റി കൂടുതൽ, സ്റ്റാർട്ടിങ്ങിലായിരിക്കണം സ്ലോപ്പ് വളരെ കൂടുതൽ. നോക്കൂ, ഒരു ഗിവൺ എക്സിന് ഇവിടെ വലിയ വൈ ആണ് അല്ലേ? എന്നാൽ അതേ എക്സ് ഇവിടെ എടുത്താൽ വൈയുടെ ആ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ സ്ലോപ്പ് കൂടുതലാണെന്നും പിന്നീട് സ്ലോപ്പ് കുറഞ്ഞു വരുന്നു. ഈ ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഷേപ്പും വെച്ച് അതിനെ തിരിച്ചറിയാൻ ചോദിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. മറ്റു ചില സമയങ്ങളിൽ നമുക്ക് നേരിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കാനായിരിക്കും വരിക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അതുമായി റിലേറ്റ് ചെയ്തു വരാറുണ്ട്. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും ആ ഒറിജിനിൽ നിന്ന് അകന്നു പോവാണ് അല്ലെ? ടൈമിനനുസരിച്ച് അകലേക്ക് പോവാണ്. എന്നാൽ ഒരു ബോഡി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ
നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, യൂണിഫോം മോഷന്റെ എന്ത് കാണിച്ചിരുന്നു, പൊസിഷൻ ഡയഗ്രാഫിൽ ഒന്ന് പോസിറ്റീവ് വെലോസിറ്റിയും ഒന്ന് നെഗറ്റീവ് വെലോസിറ്റിയും കാണിച്ചിരുന്നു. ദാറ്റ് മീൻസ് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അത് പോസിറ്റീവ് വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മറ്റേത് പൊസിഷൻ കുറഞ്ഞ് നമ്മൾ അടുത്തേക്ക് വരുമ്പോഴാണ് അത് നെഗറ്റീവ് വെലോസിറ്റി ആയിട്ട് നമ്മൾ വരച്ചത്. ഇതേ സംഭവം നമുക്ക് ആക്സലറേറ്റഡ് മോഷനിലും അതുപോലെ റിട്ടാർഡഡ് മോഷനിലും വരക്കാം. നോക്കുമോ, അപ്പോൾ അങ്ങനെയായിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ബോഡി നമ്മളിലേക്ക് അടുത്ത് വരുന്നു, അപ്പോൾ അതിന്റെ പൊസിഷൻ ഡയഗ്രാഫ് വരക്കണം. മാത്രമല്ല, അപ്പോൾ നോക്കൂ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടൈം കൂടുന്തോറും എങ്ങോട്ട് വരണം, അടുത്തേക്ക് താഴേക്ക് വരണം. കാരണം വൈ ആക്സിലാണ് എന്തെടുത്തുള്ളത്, ഡിസ്പ്ലേസ്മെന്റ് എടുത്തത്. അതിനർത്ഥം ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു വരണം അല്ലേ. നമ്മളുടെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു വരണം. അപ്പോൾ ഗ്രാഫ് മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക്. ഇവിടെ ഇനി കൺഫ്യൂഷൻ, ഇത് ഇങ്ങനെ വരക്കണോ താഴേക്ക് കർവ് വരക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ആക്സലറേഷൻ എങ്ങനെയായിരിക്കും, റിട്ടാർഡേഷൻ എങ്ങനെയായിരിക്കും, എങ്ങനെ നമ്മൾ തീരുമാനിക്കുക? നോക്കൂ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് എന്ത് കുറവായിരിക്കും, വെലോസിറ്റി. നമ്മൾ അടുത്തേക്ക് വരുന്തോറും വെലോസിറ്റി കൂടി വരികയാണ്. അപ്പം തുടങ്ങുന്ന സമയത്ത് സ്ലോപ്പ് കുറവായിരിക്കണം, പിന്നെ സ്ലോപ്പ് കൂടി വരണം. അപ്പോൾ ഗ്രാഫ് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ വരച്ചുകൂടെ, നോക്കൂ അല്ലേ. തുടങ്ങുമ്പോൾ അതിന് സ്ലോപ്പ് കുറവാണ്, ദെൻ ഇങ്ങനെ വരുന്തോറും എന്ത് ചെയ്യാണ്, സ്ലോപ്പ് കൂടി വരികയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ഇനി നമ്മൾ നേരെ തിരിച്ച് റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. നമ്മൾ അടുത്തേക്ക് വരുന്നൊരു വാഹനം ബ്രേക്ക് ചെയ്തു, അതിന് ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ നമുക്ക് അതിനെ വരക്കാം. അപ്പോൾ അടുത്തേക്ക് ഒരു വെലോസിറ്റിയിൽ വരികയായിരുന്നു, അപ്പോൾ അത് ദൂരെയായിരുന്നു, അടുത്തേക്ക് വരികയാണ് അല്ലേ, പൊസിഷൻ കുറഞ്ഞു വരികയാണ്. മാത്രമല്ല അതെന്ത് ചെയ്യാണ്, റിട്ടാർഡേഷൻ ആണ്, വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആദ്യത്തിലാണ് നല്ല വെലോസിറ്റി ഉള്ളത് അല്ലേ, പിന്നെ അടുത്തേക്ക് വരുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ തുടക്കത്തിൽ നല്ല സ്ലോപ്പ് ഉണ്ടായിരിക്കണം, അടുത്തേക്ക് വരുമ്പോഴേക്ക് എന്ത് കുറഞ്ഞു വരും, സ്ലോപ്പ് കുറഞ്ഞു വരും. ഇങ്ങനെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റണം, വരക്കാൻ സാധിക്കണം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വരക്കാനോ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പൊസിഷൻ ടൈം ഗ്രാഫുകൾ വരാം. അപ്പോൾ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ബോഡി, യൂണിഫോം മോഷൻ, അതിൽ തന്നെ പോസിറ്റീവ് വെലോസിറ്റിയും നെഗറ്റീവ് വെലോസിറ്റിയും, ആക്സലറേഷൻ, റിട്ടാർഡേഷൻ, അതുപോലെ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്കല് വരുന്നത്, അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാം. എക്സ് ആക്സിൽ ടൈം തന്നെ, താഴേക്ക് വൈ ആക്സിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാം. നോക്കൂ, ഇവിടെ പ്രത്യേകത, നമ്മൾ ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 0 വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് എന്തായിരിക്കണം, 0. താഴേക്ക് വരുമ്പോഴാണ് വെലോസിറ്റി കൂടി വരുന്നത്, അപ്പോൾ സ്ലോപ്പ് കൂടി വരണം. അപ്പോൾ ഗ്രാഫ് എങ്ങനെയായിരിക്കും നോക്കൂ, ഫസ്റ്റിൽ സ്ലോപ്പ് 0, ദെൻ താഴേക്ക് വരുന്തോറും സ്ലോപ്പ് ഇങ്ങനെ കൂടി വരണം. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കൂ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ ബോഡി എന്ന് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ചോദിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്ലോപ്പ് കൂടി വരണോ കുറഞ്ഞു വരണോ, എവിടെ നിന്ന് കൂടി വരണം എവിടെ നിന്ന് കുറഞ്ഞു വരണം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏത് ഗ്രാഫിന്റെ കാര്യം ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വരക്കാൻ സാധിക്കണം. എക്സാമിന് അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലുള്ള ഏത് ക്വസ്റ്റ്യനും വരാം അല്ലേ. ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ത്, വെലോസിറ്റി ടൈം ഗ്രാഫ്. നോക്കൂ, വെലോസിറ്റി ടൈം ഗ്രാഫുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് യൂണിഫോം മോഷൻ നോക്കാം. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ് എന്നുള്ള സംഭവം നമുക്കില്ല. കാരണം റെസ്റ്റ് ഇരിക്കുന്ന ബോഡിക്ക് വെലോസിറ്റി 0 ആണ്. അപ്പോൾ അങ്ങനെ ഗ്രാഫിന് ഒരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം മോഷന്റെ ഗ്രാഫാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വരക്കാവുന്നത്. വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ടൈമിനനുസരിച്ച് വെലോസിറ്റിയിൽ ഇൻക്രീസോ ഡിക്രീസോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും, ഗ്രാഫ് ഈസ് പാരലൽ ടു ദ ടൈം കോർഡിനേറ്റ് ഓർ എക്സ് ആക്സിസ്. ദെൻ ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. പക്ഷേ ആ ഇൻക്രീസിങ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇങ്ങനെ ഒരു കാര്യമായിരിക്കും കിട്ടുക അല്ലേ. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് സ്ലോപ്പ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y by x. y എന്താണ്, y എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, x എന്ന് പറഞ്ഞാൽ എന്താണ്, y ആക്സിൽ എടുത്തുള്ള വെലോസിറ്റി, x ആക്സിൽ ടൈം. then നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ. അപ്പം സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് gives the acceleration of the body. അപ്പോൾ ആൻസർ പഠിച്ചു വെക്കുക. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് gives velocity of the body, but the slope of velocity time graph gives the acceleration of the body. അപ്പോൾ ആക്സലറേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോഷൻ ആണെന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആണെന്ന് അർത്ഥം. ഇനി റിട്ടാർഡേഷൻ ആണെങ്കിൽ ഈ സ്ലോപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് തന്നെ വരക്കാം. നമ്മൾ സ്ലോപ്പ് വെച്ചിട്ട് പൊസിഷൻ ടൈം ഗ്രാഫിൽ ഓരോന്നും എങ്ങനെയാണ് വരക്കേണ്ടത് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ഇവിടെയും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നോക്കൂ, എക്സ് ആക്സ് വൈ ആക്സ് എടുക്കുക. വൈ ആക്സിൽ വെലോസിറ്റി, എക്സ് ആക്സിൽ എന്താണ്, ടൈം.
ഇനി റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും എന്ത് കൂടുതൽ, വെലോസിറ്റി കൂടുതൽ, പിന്നെ ടൈം കൂടുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരികയാണ്, പക്ഷെ അത് കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ വെലോസിറ്റി കൂടുതൽ, പിന്നെ എന്ത് ചെയ്യാണ്, വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് സ്ലോപ്പോട് കൂടിയ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ആക്സലറേഷൻ ആണെങ്കിലും റിട്ടാർഡേഷൻ ആണെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് എ സ്ലോപ്പ്. ആക്സലറേഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്, ദെൻ റിട്ടാർഡേഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ക്ലിയർ? അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫുകൾ നമുക്ക് സ്ലോപ്പ് വെച്ച് തന്നെ പറയാം. യൂണിഫോം മോഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വിത്തൗട്ട് എനി സ്ലോപ്പ്, ദെൻ ആക്സലറേഷൻ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്, റിട്ടാർഡേഷൻ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില കാൽക്കുലേഷൻസും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത കേസുകളിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. നോക്കൂ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ നമുക്ക് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു ഗ്രാഫ് ഞാൻ കൺസിഡർ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. നോക്കൂ, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഞാനൊരു ആക്സിലറേറ്റഡ് മോഷനെ കാണിക്കുകയാണ് അല്ലേ. ഇതാണ് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് സ്ലോപ്പാണ് വരയ്ക്കേണ്ടത്. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ വെലോസിറ്റിയിൽ നിന്നല്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് വെലോസിറ്റിയെ യു എന്ന് കൊടുത്തു. ദെൻ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴുള്ള വെലോസിറ്റി, ഇതാ ഇവിടെ ഒരു ടൈം, ഒരു ഗിവൺ ടൈം കഴിയുമ്പോഴുള്ള വെലോസിറ്റിയെ എന്ത് കൊടുക്കാം, ഈ വെലോസിറ്റിയെ നമുക്ക് വി എന്ന് കൊടുക്കാം. നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. നോക്കൂ, ഇനി ഇതിനെ ഞാൻ രണ്ടായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ നോക്കൂ, 0 മുതൽ t വരെയുള്ള ഈ ടൈമിൻ്റെ ഇടയിൽ ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ നമുക്ക് കണ്ടുനോക്കാം അല്ലേ. ഇപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഷേപ്പാക്കി മാറ്റാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും കൂടി ഏരിയ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു, നോക്കൂ ഇവിടെ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറഞ്ഞാൽ നമുക്ക് ഇതെന്താ u - 0 ആണ് അല്ലേ. അപ്പോൾ u ആണ്. ദെൻ ഇതെന്താ t - 0 ആണ്, ut. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഗുണിച്ചു. അപ്പോൾ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്കറിയാം ഹാഫ് BH ആണ്. അപ്പോൾ ഹാഫ് BH അല്ലേ. ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്കറിയാം നേരത്തെ പോലെ t - 0 ആണ്. അപ്പം t ആണ് ഇൻറ്റു ദെൻ ഹൈറ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, v - u ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, v - u. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടു, അതുപോലെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടു. ദെൻ ഇക്വേഷൻ എന്തായി മാറി, ut പ്ലസ് ഹാഫ് t ഇൻറ്റു v - u. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു, നോക്കൂ, ut പ്ലസ് ഹാഫ് ദെൻ v - uൻ്റെ ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, 80 ആണ് അല്ലേ. ഏത് ഇക്വേഷനിൽ നിന്ന്, a ഈക്വൽ ടു v - u ബൈ ടിയിൽ നിന്നും v - uൻ്റെ ആൻസർ എന്താ നമുക്കറിയാം, 80 ആണെന്ന് അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഒരു t ബാക്കി ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ എന്തായി നോക്കൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് 80 സ്ക്വയർ ആയില്ലേ. 80 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ ut പ്ലസ് ഹാഫ് 80 സ്ക്വയർ എന്താണ് നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് ആണ്, എസ് ആണ് നമുക്കറിയാം. അപ്പോൾ നോക്കൂ, ഈ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടാൽ എന്ത് കിട്ടും നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും, ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2-3 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ആൻസർ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ദെൻ ഈ ഇക്വേഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിലാണ്. ഈ 3 സ്റ്റെപ്പേ ഉള്ളൂ. നമ്മൾ താഴെയുള്ള ഏരിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും അതുപോലെ ട്രയാങ്കിളിൻ്റെ ഏരിയയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ്. ഏത് ടൈമിലെ ഏരിയ ആണോ കണ്ടതുള്ളത് ആ ടൈമിനുള്ളിൽ സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, ആ ഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് ഓർത്തു വെക്കുക. ദെൻ സ്ലോപ്പ് തന്നെ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്, ദെൻ ആക്സലറേഷൻ, അതുപോലെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മറ്റ് ചില കേസുകളിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക നോക്കാം. നമുക്ക് അതുപോലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റ് ചില ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഇനി ഒരു ബോൾ നമ്മളെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു, അത് താഴേക്ക് തന്നെ വന്നു. അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കും,
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് യൂണിഫോം മോഷൻ്റെ അറിയാം, ആക്സലറേഷൻ്റെ അറിയാം, റിട്ടാർഡേഷൻ്റെ അറിയാം, ഈ 3 കാര്യങ്ങൾ അറിയാം അല്ലേ. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. മുകളിലേക്ക് എറിയുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു റിട്ടാർഡേഷൻ ആണ് ഉണ്ടായത്. കാരണം എന്താ? മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ മുകളിലേക്ക് പോകുന്നു എങ്കിലും അതെന്താണ്? റിട്ടാർഡേഷൻ ആണ്, മനസ്സിലാക്കി വെക്കുക. വെലോസിറ്റി എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. പിന്നെയോ മുകളിൽ എത്തിയ ശേഷം അതിനെന്ത് ചെയ്യാണ്? താഴേക്ക് വരികയാണ്. അപ്പം എന്ത് ചെയ്യാണ്? ആക്സലറേഷൻ ആണ്. അപ്പം നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. നമുക്ക് എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ എന്തെടുക്കാം? വെലോസിറ്റി എടുക്കാം അല്ലേ. വൈ ആക്സിൽ വെലോസിറ്റി. അപ്പോൾ നമ്മൾ എറിഞ്ഞപ്പോൾ മാക്സിമം വെലോസിറ്റി ആണ് അല്ലേ. മുകളിലെത്തിയപ്പോൾ 0 വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരികയാണല്ലോ. റിട്ടാർഡേഷൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു അല്ലേ. റിട്ടാർഡേഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരുന്നു. വെലോസിറ്റി കുറഞ്ഞു വരുന്നു. നോക്കൂ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എറിഞ്ഞ സമയത്ത് മാക്സിമം വെലോസിറ്റി ആയിരുന്നു. കുറേ സമയത്ത് എത്തിയപ്പോൾ വെലോസിറ്റി എന്തായി? 0 ആയി എന്ന് പറഞ്ഞാൽ മുകളിലെത്തിയതിനു ശേഷം പിന്നെ അതെന്ത് ചെയ്യാണ്? ആക്സലറേറ്റ് ചെയ്യാണ്. പക്ഷെ ആ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല അല്ലെ. വെറും ആക്സലറേഷൻ ആണ് നമുക്കറിയാം, നമ്മൾ മുകളിലേക്ക് ഇങ്ങോട്ട് വരയ്ക്കേണ്ടത് അല്ലേ. പക്ഷെ അതെന്ത് ചെയ്യാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സലറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രാഫിനെ എങ്ങനെ വരക്കാം? താഴേക്ക് ഇങ്ങനെ വരക്കാം. അപ്പോൾ നമുക്ക് നോക്കൂ, അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഇതെന്തായിരുന്നു? റിട്ടാർഡേഷൻ ആയിരുന്നു അല്ലേ. മുകളിലേക്ക് പോകുമ്പോൾ റിട്ടാർഡേഷൻ കാണിച്ചു. താഴേക്ക് വരുമ്പോൾ എന്തായിരുന്നു? ആക്സലറേഷൻ ആയിരുന്നു. പക്ഷെ എന്താണ്? നെഗറ്റീവ് വെലോസിറ്റി ആണ് കാണിക്കേണ്ടത്. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? താഴേക്ക് വരച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു ബോൾ നമ്മൾ താഴെ ഇട്ട് തറയിൽ തട്ടി പൊങ്ങിയാൽ, അങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ താഴേക്ക് പോയി പൊങ്ങി വരുന്ന ഒരു ബോളിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും നമ്മൾ? അപ്പോൾ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. നോക്കിക്കോളേ, ദെൻ എക്സ് ആക്സിൽ ടൈം എടുക്കുന്നു, വൈ ആക്സിൽ എന്തെടുക്കാം? നമുക്ക് വെലോസിറ്റി. നമ്മൾ ബോൾ വിടുമ്പോൾ എന്തായിരുന്നു? 0 വെലോസിറ്റി ആയിരുന്നു. അങ്ങനെ 0 വെലോസിറ്റിയിൽ നിന്ന് അത് താഴേക്കാണ് പോകുന്നത്. ഞാൻ താഴേക്ക് എന്നുള്ളത് നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതാ ഈ രീതിയിൽ ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്യും. താഴേക്ക് പോകുമ്പോൾ വെലോസിറ്റി കൂടി വരും. അപ്പോൾ ആക്സലറേഷൻ ആയിരിക്കും, അപ്പോൾ സ്ലോപ്പ് ഉണ്ടായിരിക്കും. ദെൻ താഴേക്ക് വെലോസിറ്റി കൂടി വരും. ഇനി തറയിൽ തട്ടുന്ന സമയത്ത് ആ സമയം മുതൽ എന്ത് ചെയ്യാണ്? റിട്ടാർഡേഷൻ അല്ലെ. പൊങ്ങി വരുമ്പോൾ തറയിൽ നിന്ന് പൊങ്ങുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി. പിന്നെ എന്ത് ചെയ്യാണ്? വെലോസിറ്റി കുറഞ്ഞു വരിക അല്ലെ. മുകളിലേക്ക് എത്തുമ്പോഴേക്ക് വെലോസിറ്റി എന്താവും? 0 ആവും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് റിട്ടാർഡേഷൻ ആണ്. പക്ഷേ പ്രശ്നം അവിടെ എന്താ വെച്ചാൽ അങ്ങോട്ടുണ്ടായിരുന്ന ആക്സലറേഷൻ ഓപ്പോസിറ്റ് ആണ് തിരിച്ചു വരുമ്പോൾ അല്ലെ. അതേ ഡയറക്ഷനല്ല എന്ത് ചെയ്യുന്നത്? റിട്ടാർഡേഷൻ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. നോക്കിക്കൊള്ളൂ, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരയ്ക്കേണ്ടി വരിക. എന്തായാലും കാരണം ഇതാ ഇത്രയും സമയം എന്ത് ചെയ്തു? ആക്സലറേറ്റ് ചെയ്തു. ദെൻ ആ ഇൻസ്റ്റന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഡയറക്ഷൻ മാറി. ദെൻ ഇവിടെ നിന്നതാ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. റിട്ടാർഡേഷൻ ആണ്. പിന്നെ അത് റിട്ടാർഡേഷൻ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സ്ലോപ്പ് കാണിക്കണം. ദെൻ അതിന്റെ ഡയറക്ഷൻ മാറി എന്നുള്ളത് നമുക്ക് മുകളിലേക്ക് വരച്ച് കാണിക്കുകയും വേണം. അപ്പോൾ നോക്കൂ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. കാരണം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ട് അതിനെ മറ്റൊരു ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാൻ വരാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിളിന് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നു അല്ലേ. പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നു. ഒരു ഗിവൺ ടൈമിലെത്തുന്ന 0 ടൈം, T1 ടൈം, അതുപോലെ എന്താണ് T2 ടൈം, T3 ടൈം, ഓരോ ടൈമിലുണ്ടായിരുന്ന പൊസിഷൻ തന്നു അല്ലേ. എന്നിട്ട് ഇതിന്റെ ഈ പൊസിഷൻ ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കാൻ നോക്കൂ. ഇനി ഈ ഗ്രാഫിനെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒക്കെ എങ്ങനെ? അപ്പോൾ എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ എന്താണ്? വെലോസിറ്റി. അപ്പോൾ എങ്ങനെ മാറ്റി നോക്കൂ. 0 മുതൽ T1 ടൈം വരെ, ഈ ടൈം വരെ T1 ടൈം, ദെൻ T2 ടൈം, T3 ടൈം, 3 ടൈം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ മാർക്ക് ചെയ്യാം. ദെൻ 0 മുതൽ T1 ടൈം വരെ എന്തായിരുന്നു? അതിന് ഒരു സ്ലോപ്പോട് കൂടിയ മോഷൻ ആയിരുന്നു. മീൻസ് ഒരു യൂണിഫോം മോഷൻ ആയിരുന്നു. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. അപ്പോൾ 0 മുതൽ T വരെ എന്തായിരുന്നു? ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദെൻ T1 എത്തുമ്പോൾ T1 മുതൽ T2 വരെ എന്താണ്? ബോഡി റെസ്റ്റിലാണ്. കാരണം എന്താ? റെസ്റ്റ് ഇരിക്കുന്ന ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫാണ്. നമ്മൾ എന്ത് ചെയ്ത് പാരലൽ ടു എക്സ് ആക്സ് വരച്ചിട്ടുള്ളത്. അപ്പോൾ T1 മുതൽ T2 വരെ ആ ബോഡി എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു. റെസ്റ്റിലുള്ള ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് വെലോസിറ്റി 0 ആയി. T1 മുതൽ T2 വരെ എന്താണ്? വെലോസിറ്റി 0 ആണ്.
T2 മുതൽ T3 വരെ നോക്കൂ, ഗ്രാഫിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അതിനർത്ഥം വെലോസിറ്റി ഉണ്ട്, പക്ഷേ എന്താണ്, നെഗറ്റീവ് വെലോസിറ്റി ആണ് അല്ലേ. അപ്പൊ നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം, എത്രയായിരുന്നു വെലോസിറ്റി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഗ്രാഫ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. നോക്കൂ, അപ്പൊ ഇവിടെ 0 മുതൽ T1 വരെ V1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വെലോസിറ്റി ഉണ്ടായിരുന്നു. T1 മുതൽ T2 വരെ ബോഡി എന്തിലായിരുന്നു, റെസ്റ്റിലായിരുന്നു. ദെൻ അതുപോലെ T2 മുതൽ T3 വരെ ഒരു നെഗറ്റീവ് വെലോസിറ്റി ആയിരുന്നു. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് അവിടെ. അപ്പോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പാരലൽ ആയിട്ട് വരച്ചു. പോസിറ്റീവ് വെലോസിറ്റി ഇതെന്താണ്, നെഗറ്റീവ് വെലോസിറ്റി. ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫ് ആയതുകൊണ്ട് എന്തായിരിക്കും, വെലോസിറ്റി ആണെങ്കിലും സ്ലോപ്പ് ഉണ്ടായിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു യൂണിഫോം വെലോസിറ്റി ഉള്ള ബോഡിയുടെ സ്ലോപ്പ് 0 ആണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതുപോലെയൊക്കെ വരാം. ഡിഫറെന്റ് കേസുകളിൽ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനോ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനോ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് രണ്ടാമത്തെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു പോവാം. ഇനി ചില സമയത്ത് ചോദിക്കാറുണ്ട്, നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാഫ് തന്നു, 1-2 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് നമുക്ക്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും 0 മുതൽ T3 വരെയുള്ള എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 3 ഏരിയകൾ ആഡ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ ഹാഫ് BH ചെയ്യാം, ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യാം. ദെൻ മൂന്നാമത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹാഫ് BH ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ഗ്രാഫ് നമുക്ക് തരുന്നത് മറ്റൊരു രീതിയിലാണ്. ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് തന്നിട്ടുള്ളത് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാഫ് തന്നിട്ടുള്ളതെങ്കിൽ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇതിന്റെ നമുക്ക് എന്ത് കാണണം, ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നോക്കൂ, നമ്മൾ ഇവിടെ ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, ഇവിടെ എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് താഴെയുള്ള ഏരിയ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യാണ് വേണ്ടത്. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗ്രാഫുകൾ വരുന്നത്. പിന്നെ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് റിലേറ്റീവ് മോഷൻ കാണിക്കാറുണ്ട്. അപ്പൊ എന്താ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ, രണ്ട് ബോഡി മൂവ് ചെയ്യുമ്പോൾ അവയുടെ വെലോസിറ്റികൾ കമ്പയർ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, റിലേറ്റീവ് മോഷൻ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു ബോഡി ഇതാ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പൊ എ ആണ്, ബി ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എങ്ങനെയാണത്, ഇതിൽ ഏത് ബോഡിക്കാണ് വെലോസിറ്റി കൂടുതൽ, എങ്ങനെ മനസ്സിലാക്കാം, പൊസിഷൻ ടൈം ഗ്രാഫ് ആയതുകൊണ്ട് സ്ലോപ്പാണ് വെലോസിറ്റി അല്ലേ. അപ്പൊ ഇതിൽ ഏതിനാ സ്ലോപ്പ് കൂടുതൽ, എക്കാണോ ബിക്കാണോ, ബിക്കാണ് സ്ലോപ്പ്. എങ്ങനെ മനസ്സിലാക്കുക, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ നിന്നുള്ള ആംഗിൾ ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, സ്ലോപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ആംഗിൾ കൂടുതൽ എങ്ങോട്ടാ, ബിയിലേക്കാണ്. അപ്പൊ ബി ആണ് എന്ത്, ഗ്രേറ്റർ വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ. ദെൻ റിലേറ്റീവ് മോഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, നോക്കൂ, എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ്. ഒരു ബോഡി എ എന്ന് പറയുന്ന ബോഡിയുടെ ഗ്രാഫ് ഇതാണ്. ദെൻ ബി എന്ന് പറയുന്ന ബോഡിയുടെ ഗ്രാഫ്. ഇവിടെ സംഭവിച്ചിട്ടുള്ള നോക്കൂ, 2 ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ, 2 ബോഡിയുടെ മോഷനാണ്. ഏതിനാ വെലോസിറ്റി കൂടുതൽ, സ്വാഭാവികമായിട്ടും ബി എന്നുള്ള ബോഡിക്കാണ് വെലോസിറ്റി കൂടുതൽ. അതിനാണ് ഗ്രാഫിന്റെ എന്ത് കൂടുതലുള്ളത്, സ്ലോപ്പ് കൂടുതലുള്ളത് അല്ലേ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് നമ്മൾ ടൈം ഓഫ് മീറ്റിംഗ് എന്ന് പറയും. ഇതിന് കറസ്പോണ്ടിങ് ആയ ടൈമിനെ ടൈം ഓഫ് മീറ്റിംഗ് എന്ന് പറയും. കാരണം 2 ബോഡിയും മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ബാക്കിൽ ആരായിരുന്നു, ബി ആയിരുന്നു അല്ലേ, മുമ്പിൽ ആരായിരുന്നു, എ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബി എന്നുള്ള ബോഡി എ എന്നുള്ള ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓവർടേക്ക് ചെയ്ത ടൈം എന്ന് നമ്മൾ എവിടെ നിന്ന് കാണാം, ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്, ആ 2 ഗ്രാഫും കൂടി മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈം ഓഫ് മീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഓരോ പോയിന്റ്സ് പഠിച്ചു, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെക്ടർ, അതുപോലെ സ്കാലാർ തുടങ്ങി നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് ഷോർട്ട് ആൻസേഴ്സ് പഠിച്ചു. അതുമായി കമ്പയർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചു അല്ലേ, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതിന്റെ ഡെറിവേഷനും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ nth ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദെൻ ത്രൂ ഔട്ട് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, ഗ്രാഫുകളായിരുന്നു. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും, ഓരോ മോഷന്റെയും ഗ്രാഫുകൾ എങ്ങനെ വരയ്ക്കാം, ഓരോ ഗ്രാഫിനെ എങ്ങനെ മറ്റൊന്നായി കൺവേർട്ട് ചെയ്യാം, വ്യത്യസ്ത കേസുകളിൽ ഈ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. എന്തായിരുന്നു അത്, വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി, VAB ഈക്വൽ ടു VA മൈനസ് VB. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കും.
പുറമേ നമ്മൾ ഈ പഠിച്ച ഇക്വേഷനുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് വരാം. പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ക്ലാസ് കാണുമ്പോൾ ഓരോ ടേമും നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താം. ഡെറിവേഷൻ കാണുകയാണെങ്കിൽ ഡെറിവേഷൻ മനസ്സിലാക്കി വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതി അത് 2-3 പ്രാവശ്യം എഴുതി പഠിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ വീഡിയോ കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വീണ്ടും വീഡിയോ എടുത്തിട്ട് കാണുമ്പോൾ ഓരോന്നും ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, പഠനം നിങ്ങൾ തന്നെ നന്നായിട്ട് നടത്തുക. ഓക്കെ, ഇപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ത് ചെയ്യാം, ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ മാർക്കിനുള്ള ചാപ്റ്റർ ആണത്. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.